മാപ്പ് പറയാതെ തൂക്കുമരത്തിലേക്ക് നടന്നു നീങ്ങിയ ഭഗത് സിംഗിന്റെ പിൻതലമുറക്കാരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല, ആരുടെയും ഔദാര്യം പിൻപറ്റേണ്ട ആവശ്യമില്ല. ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിട്ടാണ് ഇവിടെയുള്ളത്. ഞങ്ങൾ ഇവർക്ക് താങ്ങും തണലുമായി നിൽക്കും. പറയുന്നത് സിഖുകാരെ കുറിച്ചാണ്. BJP ഷാഹിൻബാഗിലെ പ്രതിഷേധത്തിന് താങ്ങാവാൻ തണലാകാനെത്തിയ സിഖുകാരെ കുറിച്ച് വലിയ രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണ്. സിഖുകാർ അവിടെ എത്തിയത് പണം വാങ്ങിയിട്ടാണ് എന്നതാണ് BJPക്കാരുടെ ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങൾക്ക് നല്ല കലക്കൻ മറുപടിയാണ് 480 പേരുള്ള സിഖുകാരുടെ സംഘത്തിന്റെ തലവൻ മോട്ടു സിംഗ് നൽകുന്നുള്ളത്. കേരളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമമായിട്ടുള്ള ദൂൺ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് മോട്ടു സിംഗ് നല്ല കലക്കൻ മറുപടി BJPക്ക് നൽകുന്നത്. ഞങ്ങൾ ഇവിടെ എത്തിയത് ഞങ്ങളുടെ നാടുകളിൽ നിന്ന് കുറച്ച് പണം സ്വരൂപിച്ചിട്ടാണ്. പല ആളുകളെയും കണ്ടിട്ട് അവരിൽ നിന്നും ശേഖരിച്ച ചില വിഭവങ്ങൾ അല്ലെങ്കിൽ ചില നാണ്യ വിഭവങ്ങൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെയൊക്കെ ഒരു വലിയ ശേഖരണമാക്കി മാറ്റി ഇവിടെയുള്ള പ്രതിഷേധക്കാർക്ക് വെച്ചു വിളമ്പാനുള്ള സൗകര്യം ഞങ്ങളാൽ ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ ഷാഹിൻബാഗിലേക്ക് എത്തിയത്. ഞങ്ങളുടെ നാട്ടിൽ 4500ഓളം വരുന്ന മുസ്ലിം കുടുംബങ്ങളുണ്ട്. അവരിൽ നിന്നൊക്കെ ചെറിയ സഹായങ്ങൾ വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഒത്തുകൂടി എത്തിയിട്ടുള്ളത്. BJPക്കെതിരാണ് ഞങ്ങൾ. പക്ഷേ അത് ഇപ്പോൾ മാത്രമല്ല. അവർ മുന്നിലോട്ട് വെക്കുന്ന ആശയങ്ങൾ, അവരുടെ ചിന്താഗതികൾ, അവരുടെ രീതികൾ ഇതൊക്കെ ഈ നാടിന് ആപത്താണ്. മോട്ടു സിംഗ് തുടരുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ പരിപൂർണമായും തുടരും എന്നല്ല. ഞങ്ങൾ യഥാർത്ഥത്തിൽ സമരം ചെയ്യേണ്ടത് ഞങ്ങളുടെ നാടുകളിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഫെബ്രുവരി 16 ഞങ്ങളുടെ നാടായ മലയർക്കോട്ട്ലയിൽ വലിയ ഒരു പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആയിരങ്ങളെ സംഘടിപ്പിച്ച് 10000ങ്ങളെ ഉൾക്കൊള്ളിപ്പിച്ചുകൊണ്ട് ശക്തമായ ഒരു നീക്കം ഞങ്ങൾ ഞങ്ങളുടെ നാടിൽ നടത്തും. അപ്പോൾ ഇവരെന്ത് പറയും? ഇവിടെ എത്തിയിട്ടുള്ളത് കർഷകരാണ്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഷാഹിൻബാഗിലെ പ്രതിഷേധക്കാരാണ് 100% ശരി. അവർക്ക് വേണ്ടി ജീവൻ നൽകാൻ വരെ ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ മരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാകട്ടെ, ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് ഷാഹിൻബാഗിലെത്തിയിട്ടുള്ളത്. BJPയുടെ ഈ വിളയാട്ടത്തിന് ശക്തമായ മറുപടി നൽകേണ്ടത് ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നവരാണ് ഞങ്ങളുടെ ശത്രുക്കൾ. ഞങ്ങളുടെ നേതാവ് ഭഗത് സിംഗ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നുള്ളത്. അത് ശരിയായ നീക്കമാണെന്ന് ഞങ്ങൾക്ക് പരിപൂർണ ബോധ്യമുണ്ട്. ഈ വാക്കുകളാണ് ഷാഹിൻബാഗിലെ സിഖുകാർക്ക് പറയാനുള്ളത്. അവർ രണ്ടും കൽപ്പിച്ച് അവിടെ എത്തിയത് രണ്ടിനും വേണ്ടിയിട്ടാണ്. ഒന്നെങ്കിൽ മരിക്കുക, അല്ലെങ്കിൽ പോരാടുക. വളരെ ശക്തമായി അവരുടെ തീരുമാനങ്ങൾ അവർ വിളിച്ചു പറയുമ്പോൾ BJPക്കാരെ കണ്ണു തുറന്നു കാണുക. നിങ്ങൾ ഇനി എന്ത് വ്യാജ വാർത്ത പ്രചരിപ്പിക്കും? കഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ പഞ്ചാബിൽ നിന്ന് ഷാഹിൻബാഗിലേക്ക് എത്തിയത്, ഈ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ. നിങ്ങൾ വിചാരിക്കുന്നു ഇപ്പോഴും ഈ രാജ്യത്തുള്ളവരൊക്കെ നിങ്ങളെ മനസ്സറിഞ്ഞ് വിശ്വസിക്കുന്നു എന്ന്. എന്നാൽ നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റാണ്. നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ വർഗീയപരമായി ചിന്തിക്കുന്നവർ. മറ്റുള്ളവരൊക്കെ മതേതരത്വ നിലപാടോടുകൂടി മുന്നോട്ട് പോകുന്നവരാണ്. ഷാഹിൻബാഗിലെ സിഖുകാർ അവർ ഷാഹിൻബാഗിലെ ജിന്നുകളാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സെൽസ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.